ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ബ്ലോക്ക് 3 യൂണിറ്റ് 7 സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ എന്താണ് സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ? ട്രാൻസ്ഫോർമേഷൻ എന്ന വേർഡിന്റെ അർത്ഥം ചേഞ്ച് ഇൻ നേച്ചർ അല്ലെങ്കിൽ ഫോം എന്നാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യുക, തിരിച്ചു. അപ്പോൾ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ഒരു സെന്റൻസിന്റെ ഫോമും സ്ട്രക്ചറും ചേഞ്ച് ചെയ്യും, അതിന്റെ മീനിങ് ഓൾട്ടർ ചെയ്യാം. പല സിറ്റുവേഷൻസിലും നമ്മൾ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുണ്ട്. സോ ലെറ്റ്സ് ഫസ്റ്റ് ലുക്ക് അറ്റ് കൺവേർഷൻ ഓഫ് സിമ്പിൾ സെന്റൻസസ് ടു കോമ്പൗണ്ട് സെന്റൻസസ്. അപ്പൊ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. അതിനൊരു സിംഗിൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമേ ഉണ്ടായിരിക്കുള്ളൂ. കോമ്പൗണ്ട് സെന്റൻസിനാണെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ മെയിൻ ക്ലോസസ് ഉണ്ടായിരിക്കും. നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. Being a sculptor, he made a gigantic statue of a mermaid. അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഹീസ് എ സ്കൾപ്ചർ ആൻഡ് ഹി മേഡ് എ ജൈജാന്റിക് സ്റ്റാച്യു ഓഫ് എ മെർമെയ്ഡ്. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ ഈ സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കിയപ്പോൾ സംഭവിച്ചത്? അപ്പോ ബീങ് എ സ്കൾപ്ചർ എന്ന ഫ്രേസ്, സിമ്പിൾ സെന്റൻസിലെ ആ ഫ്രേസ് ഒരു ക്ലോസ് ആക്കി നമ്മൾ മാറ്റുകയാണ് നമ്മൾ ചെയ്തത്. ഹി ഈസ് എ സ്കൾപ്ചർ എന്ന ക്ലോസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് ആ കൺവേർട്ട് ചെയ്ത ക്ലോസിനെ നമ്മൾ ഒറിജിനൽ ക്ലോസുമായിട്ട് ജോയിൻ ചെയ്തു. അതായത് ഹി മെയ്ഡ് എ ജൈജാന്റിക് സ്റ്റാച്യു ഓഫ് എ മെർമെയ്ഡ് എന്ന് പറയുന്ന ഒറിജിനൽ ക്ലോസുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. അതിനെ ജോയിൻ ചെയ്തത് നമ്മൾ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്തു. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാൻ പറ്റുക? ഒരു വേർഡിനെയോ ഫ്രേസിനെയോ ഒരു ക്ലോസ് ആക്കി നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ അതേപോലെ നമ്മൾ ക്ലോസുകളെ കണക്ട് ചെയ്യുക, യൂഷ്വലി യൂസിങ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, ആൻഡ് ബട്ട് പോലെയുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. അപ്പൊ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ബിസൈഡ്സ് ബീങ് ഡിലിജന്റ് ഹി ഈസ് റാഷണൽ. അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുകയാണ്. ഹി ഈസ് നോട്ട് ഓൺലി ഡിലിജന്റ് ബട്ട് ഓൾസോ റാഷണൽ. അപ്പൊ ആ ബിസൈഡ്സ് ബീങ് ഡിലിജന്റിനെ നമ്മൾ ഹി ഈസ് നോട്ട് ഓൺലി ഡിലിജന്റ് എന്നൊരു ക്ലോസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ ബട്ട് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റി ഹി ഫെയിൽഡ് ഇൻ ദ പോൾ. സിമ്പിൾ സെന്റൻസ് ആണ്. ഹി വാസ് പോപ്പുലർ ബട്ട് ഹി ഫെയിൽഡ് ഇൻ ദി പോൾ. അപ്പൊ അവിടെ ഇൻ സ്പൈറ്റ് ഓഫ് ഹിസ് പോപ്പുലാരിറ്റിയെ നമ്മൾ ഹി വാസ് പോപ്പുലർ എന്നാക്കി ചേഞ്ച് ചെയ്തിരിക്കുന്നു. ബട്ട് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഹി ഈസ് ടോൾ ഇനഫ് ടു ക്യാച്ച് ദാറ്റ് ബോൾ. ഇറ്റ് ഈസ് എ സിമ്പിൾ സെന്റൻസ്. അപ്പൊ അതിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നത് ഹി ഈസ് വെരി ടോൾ ആൻഡ് ഹി ക്യാൻ ക്യാച്ച് ദാറ്റ് ബോൾ. അപ്പൊ ഹി ഈസ് ടോൾ ഇനഫിന് നമ്മൾ ഹി ഈസ് വെരി ടോൾ എന്നാക്കിയിരിക്കുന്നു. ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നു. Now, how do we convert compound sentences to simple sentences? So, നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. He was sick and he went to the hospital. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നതാണ് owing to his sickness he went to hospital. അപ്പൊ ഈ ഒരു എക്സാമ്പിളില് he was sick എന്ന ക്ലോസിനെ നമ്മളൊരു ഫ്രേസ് ആക്കി മാറ്റുകയാണ്.
owing to his sickness എന്നൊരു phrase ആക്കി നമ്മൾ മാറ്റുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് compound sentence in a simple sentence ആക്കണമെങ്കിൽ you have to convert a clause into a phrase or a word. ഇങ്ങനെയാണ് നമ്മൾ conversion of compound sentences to simple sentences ചെയ്യുന്നത്. Now, a short note. How are participle constructions, അതായത് web plus ing constructions used? ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. They walked through the jungle and they saw a lion. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇപ്പോൾ walking through the jungle they saw a lion എന്നാണ് ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ വരുന്നത്. അപ്പോൾ walking through the jungle നമ്മൾ they walked through the jungle നമ്മൾ walking through the jungle എന്ന ഫ്രേസ് ആയിട്ട് റെഡ്യൂസ് ചെയ്തിരിക്കുക. പിന്നെ looking at the next example, he failed again, therefore he decided to quit. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിന് നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ വരുന്നത് having failed again, he decided to quit എന്നാണ് വരുന്നത്. Now let's talk about using an infinitive. But she is busy and she can't talk now. Another compound sentence ആണ്. അതിനെ നമ്മൾ simple sentence ആക്കുമ്പോൾ we just get rid of the and we combine the idea. But she is too busy to talk now. Now the next topic is about using a gerund. He told the truth and was released from jail. അത് കോമ്പൗണ്ട് സെന്റൻസ്. അതിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ told the truth becomes telling the truth and the sentence becomes telling the truth he was released from jail. ഇനി നൗണിന്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വരുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. യദു is a singer as well as a dancer. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ ബിസൈഡ്സ് ബീയിങ് എ സിംഗർ യദു ഇസ് എ ഡാൻസർ എന്ന് ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് ആഡ്വർബിയൽ അല്ലെങ്കിൽ ആഡ്വർബിയൽ ഫ്രേസ് അല്ലെങ്കിൽ ആഡ്വർബ് യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഹി വാസ് ഫോർച്ചുനേറ്റ് ഓർ ഹി വുഡന്റ് ഹാവ് റീച്ച് ദർ ഓൺ ടൈം. അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ ഫോർച്ചുനേറ്റ്ലി ഹി റീച്ച് ദർ ഓൺ ടൈം എന്ന് മാറും. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന വേറെ എക്സാമ്പിൾ നോക്കാം. റോണി ഈസ് എ മാൻ ഓഫ് സിൻസിയറിറ്റി. അപ്പൊ അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോ so let's next discuss conversion of simple sentences to complex sentences. ഇപ്പൊ സിമ്പിൾ സെന്റൻസസിന് ഒരു മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് സെന്റൻസസിന് ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, പിന്നെ ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റിയപ്പോൾ നമ്മൾ ഒരു വേർഡിനെയോ ഫ്രേസിനെയോ സിമ്പിൾ സെന്റൻസിലുള്ള ഒരു വേർഡിനെയോ ഫ്രേസിനെയോ നമ്മൾ ഒരു ക്ലോസ് ആക്കി ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. സിമ്പിൾ സെന്റൻസിനെ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ നമ്മൾ വേർഡിനെയോ ഫ്രേസിനെയോ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആക്കിയിട്ട് ഇലാബറേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമുക്ക് കോംപ്ലക്സ് സെന്റൻസ് ഫോം ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് യൂസിങ് നൗൺ ക്ലോസ്. അപ്പൊ ഹി അഡ്മിറ്റഡ് ഹിസ് ഇഗ്നറൻസ് എന്നുള്ളത് സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കുമ്പോൾ ഹി അഡ്മിറ്റഡ് ദാറ്റ് ഹി വാസ് ഇഗ്നറന്റ് എന്ന് ആയിട്ട് മാറും. പിന്നെ the king ordered to hang the traitor എന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. അതിനെ നമ്മൾ the king ordered that the traitor should be hanged എന്ന് പറയുമ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറും.
Next is about using an adjective clause. For Shahjahan built this monument എന്ന് പറയുന്നത് simple sentence ആണ്. This is the monument which was built by Shahjahan എന്ന് പറയുമ്പോൾ അതൊരു complex sentence ആണ്. പിന്നെ he met an illiterate man എന്ന് പറയുമ്പോൾ അതൊരു simple sentence ആണ്. We met a man who was illiterate എന്ന് പറയുമ്പോൾ അതൊരു complex sentence ആണ്. Next is about using an adverb clause. For example, join an aviation course to become a pilot. That's a simple sentence. If you want to become a pilot, join an aviation course. That's a complex sentence. Example, despite being an eminent officer, she is criticized by the media. That's a simple sentence. Although she is an eminent officer, she is criticized by the media എന്ന് മാറ്റി എഴുതുമ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറും. പിന്നെ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നൗൺ ക്ലോസ്, ആഡ്ജക്റ്റീവ് ക്ലോസ്, ആഡ്വർബ് ക്ലോസ് എന്നുള്ളതാണ് 3 ടൈപ്പ് സബോർഡിനേറ്റ് ക്ലോസ്. ഇപ്പൊ നൗൺ ക്ലോസ് എന്ന് പറയുന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. ഇറ്റ് ആക്ട്സ് ലൈക്ക് എ നൗൺ. ഇപ്പൊ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വാട്ട് ഷീ സെഡ് വാസ് നോട്ട് ദ ട്രൂത്ത്. Adjective clause എന്ന് പറയുമ്പോൾ an adjective clause qualifies a noun or pronoun in the main clause. മെയിൻ ക്ലോസിലുള്ള ഒരു നൗണിനെയോ പ്രോനൗണിനെയോ adjective clause ക്വാളിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് this is the car which I wish to buy. നെക്സ്റ്റ് adverb clause. adverb clause ഒരു വെർബിനെയോ ആഡ്ജക്റ്റിവിനെയോ ആഡ്വർബിനെയോ മോഡിഫൈ ചെയ്യുന്നു. മെയിൻ ക്ലോസിലുള്ളൊരു വെർബിനെയോ ആഡ്ജക്റ്റിവിനെയോ ആഡ്വർബിനെയോ മോഡിഫൈ ചെയ്യും. ഇപ്പൊ എക്സാമ്പിൾ നോക്കുക, ഷീ ഈസ് ഹാപ്പി ബിക്കോസ് ഷീ ഗോട്ട് എ ഗിഫ്റ്റ് ഫ്രം ഹർ ഫ്രണ്ട്. ഹി വാസ് ടു പുവർ ടു ടേക്ക് ഹിസ് സൺ ടു ദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ സെന്റൻസ് ആണ്. ഹി വാസ് സോ പുവർ ദാറ്റ് ഹി കുഡ് നോട്ട് ടേക്ക് ഹിസ് സൺ ടു ദ ഹോസ്പിറ്റൽ എന്ന് എഴുതുമ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറും. പിന്നെ ഹി ബോട്ട് എ കാർ ഫ്രം ഹിസ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ഹി ബോട്ട് എ കാർ വിച്ച് ബിലോങ് ടു ഹിസ് ഫ്രണ്ട് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ ദാറ്റ് ഈസ് എ കോംപ്ലക്സ് സെന്റൻസ്. പിന്നെ റോണി ഈസ് എ മാൻ ഓഫ് സിൻസിയറിറ്റി എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. റോണി ഈസ് എ മാൻ ഹു ഈസ് വെരി സിൻസിയർ എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. പിന്നെ ഓൺ സീയിങ് ദ ക്ലൗൺ ദ ലിറ്റിൽ ബോയ് ബിഗാൻ ടു ലാഫ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. ദ ലിറ്റിൽ ബോയ് ബിഗാൻ ടു ലാഫ് ആസ് സൂൺ ആസ് ഹി സോ എ ക്ലൗഡ് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. Now next let's talk about conversion of complex sentences to simple sentences. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുക. While we were walking to our school, we met our aunt. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിന് നമ്മൾ വാക്കിംഗ് ടു അവർ സ്കൂൾ വി മെറ്റ് അവർ ആണ്ട് എന്ന് മാറ്റി എഴുതുമ്പോൾ ഇറ്റ് ബിക്കംസ് എ സിമ്പിൾ സെന്റൻസ്. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസ് നമ്മൾ സിമ്പിൾ സെന്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കോംപ്ലക്സ് സെന്റൻസിലുള്ള സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസിൽ ഒരു ഫ്രേസ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. വൈൽ വി വർ വാക്കിംഗ് ടു അവർ സ്കൂൾ എന്നത് വാക്കിംഗ് ടു അവർ സ്കൂൾ എന്ന് ആയിട്ട് മാറുന്നു. ഇപ്പൊ കോംപ്ലക്സ് സെന്റൻസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നത് സബോർഡിനേറ്റ് ക്ലോസിനെ ഒരു ഫ്രേസ് അല്ലെങ്കിൽ വേർഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. She said that her grandmother was a righteous woman. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. She stated her grandmother's righteousness എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് മാറും. പിന്നെ the teacher remarked how smart the boy was. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. The teacher remarked on the boy's smartness എന്നത് നമ്മൾ എഴുതുമ്പോൾ അതൊരു സിമ്പിൾ സെന്റൻസ് ആയിട്ട് മാറുന്നു. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഹൗ സ്മാർട്ട് ദ ബോയ് വാസിനെയാണ് നമ്മൾ ആ ബോയ് സ്മാർട്ട്നെസ് എന്ന് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന വേറൊരു എക്സാമ്പിൾ, സ്മോക്കിംഗ് ഇസ് സോ ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് കോസസ് ക്യാൻസർ. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി എഴുതുമ്പോൾ സ്മോക്കിംഗ് ഇസ് ഡേഞ്ചറസ് ഇനഫ് ടു കോസ് ക്യാൻസർ എന്നായിട്ട് മാറും. Now let's discuss how to convert
compound sentences to complex sentences. അപ്പൊ എങ്ങനെയാണ് ഒരു കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസിൽ നിന്ന് ഡിഫർ ചെയ്യുന്നത്? കോമ്പൗണ്ട് സെന്റൻസസിന് ഒന്നിൽ കൂടുതൽ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. കോംപ്ലക്സ് സെന്റൻസിനാണെങ്കിൽ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം. യു മസ്റ്റ് ഒബേ മൈ വേർഡ്സ് ഓർ യു വിൽ ബി പണിഷ്ഡ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. യു മസ്റ്റ് ഒബേ മൈ വേർഡ്സ്, യു വിൽ ബി പണിഷ്ഡ്. ഇത് രണ്ടുമാണ് മെയിൻ ക്ലോസസ്. ഇനി ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ് യു വിൽ ബി പണിഷ്ഡ്, അത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ് സബോർഡിനേറ്റ് ക്ലോസും യു വിൽ ബി പണിഷ്ഡ് മെയിൻ ക്ലോസും ആണ്. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസ് ആയിട്ട് മാറുമ്പോൾ നമുക്ക് ഇവിടെ എക്സാമ്പിളിൽ കാണാം. യു മസ്റ്റ് ഒബേ മൈ വേർഡ്സിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇഫ് യു ഡോണ്ട് ഒബേ മൈ വേർഡ്സ് എന്നാക്കി മാറ്റുന്നു. ഇപ്പൊ കോമ്പൗണ്ട് സെന്റൻസിൽ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കണമെങ്കിൽ മെയിൻ ക്ലോസിൽ ഒരെണ്ണം ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് നമ്മൾ മാറ്റണം. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദാറ്റ്, ദോ, ഇഫ്, വെൻ, വിച്ച്, ഹു, ആഫ്റ്റർ, ബിഫോർ, സോ, സോ ദാറ്റ്, അൺലെസ്, വെദർ, എക്സെട്ര തുടങ്ങിയ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് നമുക്ക് ക്ലോസസിനെ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കുക. ഷേക്സ്പിയർ ഇസ് എ വെൽ നോൺ റൈറ്റർ ആൻഡ് ഹി ബിലോങ്സ് ടു ദ എലിസബത്തൻ എറ. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുന്നത്? ഷേക്സ്പിയർ ഇസ് എ വെൽ നോൺ റൈറ്റർ ഹു ബിലോങ്സ് ടു ദി എലിസബത്തൻ എറ. അപ്പൊ അവിടെ ഷേക്സ്പിയർ ഇസ് എ വെൽ നോൺ റൈറ്റർ എന്നത് മെയിൻ ക്ലോസും ഹു ബിലോങ്സ് ടു എലിസബത്തൻ എറ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും ആണ്. പിന്നെ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഹി സ്റ്റഡീഡ് വെൽ ബട്ട് ഹി ഡിഡ് നോട്ട് പാസ് ദി എക്സാമിനേഷൻ എന്നത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ ഈവൻ ദോ ഹി സ്റ്റഡീഡ് വെൽ ഹി ഡിഡ് നോട്ട് പാസ് ദി എക്സാമിനേഷൻ എന്ന് ആക്കണം. യു ഷുഡ് ടെൽ ദ ട്രൂത്ത് അതർവൈസ് യു വിൽ ബി അറസ്റ്റഡ് വേറൊരു എക്സാമ്പിൾ ആണ്. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ യു ഷുഡ് ടെൽ ദ ട്രൂത്ത് സോ ദാറ്റ് യു വിൽ നോട്ട് ബി അറസ്റ്റഡ് എന്ന് നമ്മൾ ആക്കേണ്ടി വരും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ ഡ്രൈവർ സോ ദ റെഡ് സിഗ്നൽ ആൻഡ് ഹി സ്റ്റോപ്പ് ദ വെഹിക്കിൾ. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ when the driver saw the red signal he stopped the vehicle എന്ന് നമ്മൾ ആക്കണം. Now let's talk about converting complex sentences to compound sentences. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. Unless you start at once, you will be late. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. You start at once, otherwise you will be late. അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. സോ unless you start at once, you will be late ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. You start at once, otherwise you will be late എന്നുള്ളത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു കോംപ്ലക്സ് സെന്റൻസിന് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കുന്നത്? കോംപ്ലക്സ് സെന്റൻസിന് നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് ആക്കാനായിട്ട് പറ്റുന്നത് സബോർഡിനേറ്റ് ക്ലോസിനെ മോഡിഫൈ ചെയ്തൊരു മെയിൻ ക്ലോസ് ആക്കി മാറ്റിയിട്ടാണ്. അപ്പൊ നമുക്ക് തന്ന എക്സാമ്പിളില് unless you start at once എന്ന സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ മോഡിഫൈ ചെയ്ത് യു സ്റ്റാർട്ട് അറ്റ് വൺസ് എന്ന മെയിൻ ക്ലോസ് ആക്കി മാറ്റിയിരിക്കുകയാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം മോർ എക്സാമ്പിൾസ്. ഹി റാൻ അവേ ലെസ്റ്റ് ഹി ഷുഡ് ബി സീൻ എന്നതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നതാണ് ഹി റാൻ അവേ ഓർ ഹി വുഡ് ബി സീൻ. പിന്നെ ദോ ഹി വിഷ് ടു ബിക്കം എ ഡയറക്ടർ ഹി ഡിഡ് നോട്ട് ജോയിൻ എനി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നതാണ് ഹി വിഷ് ടു ബിക്കം എ ഡയറക്ടർ ബട്ട് ഹി ഡിഡ് നോട്ട് ജോയിൻ എനി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പിന്നെ വേറെ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആസ് സൂൺ ആസ് ഹി ഫിനിഷ്ഡ് ഹിസ് വർക്ക് ഹി വെന്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റിയിരിക്കുന്നതാണ് he finished his work and went to the post office. പിന്നെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ although it is raining you must leave now. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. it is raining but you must leave now എന്നത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. പിന്നെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ
This is the shop which sells fruits and vegetables. അതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. This shop sells fruits as well as vegetables എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. Now let's talk about transformation of degrees of comparison. അപ്പൊ എങ്ങനെയാണ് ഒരു സെന്റൻസിന്റെ ഡിഗ്രി അതിന്റെ മീനിങ് ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ ചേഞ്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് നോക്കാം. ഗോവ ഈസ് ദി സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പൊ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. ഗോവ ഈസ് ദ സ്മോളസ്റ്റ്. അപ്പൊ അതിന് നമ്മള് ഗോവ ഈസ് സ്മോളർ ദാൻ എനി അതർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ എന്ന് മാറ്റി എഴുതുമ്പോൾ ഈ ചേഞ്ചസ് ടു ദ കമ്പാരറ്റീവ് ഡിഗ്രി. പക്ഷെ മീനിങ്ങിന് വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ അതേപോലെ മോസ്റ്റ് അതർ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ നോട്ട് സോ സ്മോൾ ആസ് ഗോവ എന്ന് മാറ്റി എഴുതുമ്പോൾ അത് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറുന്നു. മീനിങ്ങിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ അതേപോലെ വെരി ഫ്യൂ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ആസ് സ്മോൾ ആസ് ഗോവ എന്ന് പറയുമ്പോൾ അത് വീണ്ടും പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് നമ്മൾ മാറ്റി എഴുതാണ്. പക്ഷെ മീനിങ്ങിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. റഷ്യ ഈസ് ദി ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. അതിനെ നമ്മൾ റഷ്യ ഈസ് ലാർജർ ദാൻ എനി അതർ കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ടു ദി കമ്പാരറ്റീവ് ഡിഗ്രി. പക്ഷെ മീനിങ്ങിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ അതേപോലെ വെരി ഫ്യൂ കൺട്രീസ് ഇൻ ദ വേൾഡ് ആർ എസ് ലാർജ് ആസ് റഷ്യ എന്ന് നമ്മൾ മാറ്റി എഴുതുമ്പോൾ അത് പോസിറ്റീവ് ഡിഗ്രിയിലേക്ക് മാറുന്നു. പക്ഷെ മീനിങ്ങിന് ചേഞ്ച് ഒന്നും വരുന്നില്ല. പിന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. ദ ബ്ലൂ വെയിൽ ഇസ് ദ ബിഗ്ഗസ്റ്റ് ആനിമൽ ഓൺ ദ പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സൂപ്പർലേറ്റീവ് ഡിഗ്രി. The blue whale is bigger than any other animal on the planet, on our planet എന്ന് പറയുമ്പോൾ അത് കമ്പാരിറ്റീവ് ഡിഗ്രി ആയി. പക്ഷെ മീനിങ് സെയിം ആണ്. പിന്നെ വെരി ഫ്യൂ അനിമൽസ് ഓൺ അവർ പ്ലാനറ്റ് ആർ എസ് ബിഗ് ആസ് ബ്ലൂ വെയിൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ചേഞ്ചസ് ടു പോസിറ്റീവ് ഡിഗ്രി. പക്ഷെ മീനിങ് അപ്പോഴും സെയിം ആണ്. സോ ലെറ്റ്സ് റീക്യാപ്പ്. സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് സെന്റൻസിന്റെ ഫോമും സ്ട്രക്ചറും ചേഞ്ച് ചെയ്യുക വിതൗട്ട് ഓൾട്ടറിങ് ഇറ്റ്സ് മീനിങ്. സിമ്പിൾ ടു കോമ്പൗണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ, സിമ്പിൾ സെന്റൻസസിനെ കോമ്പൗണ്ട് സെന്റൻസസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ വി യൂഷ്വലി ഇലാബറേറ്റ് എ വേർഡ് ഓർ ഫ്രേസ് ഇൻ ടു എ ക്ലോസ് യൂസിങ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പിന്നെ കോമ്പൗണ്ട് സെന്റൻസസിനെ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ നമ്മളൊരു ക്ലോസിനെ ഒരു ഫ്രേസ് അല്ലെങ്കിൽ വേർഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ സിമ്പിൾ സെന്റൻസസിനെ കോംപ്ലക്സ് സെന്റൻസസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു വേർഡിനെയോ ഫ്രേസിനെയോ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യും. When we transform complex sentences to simple sentences, നമ്മൾ കോംപ്ലക്സ് സെന്റൻസസിനെ സബോർഡിനേറ്റ് ക്ലോസിനെ സിമ്പിൾ സെന്റൻസിലെ ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. പിന്നെ കോമ്പൗണ്ട് സെന്റൻസിനെ നമ്മൾ കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ ഒരു മെയിൻ ക്ലോസിനെ നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് മാറ്റി എഴുതും. പിന്നെ കോംപ്ലക്സ് സെന്റൻസസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുമ്പോൾ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസ് ആയിട്ട് മാറ്റി എഴുതുകയാണ് ചെയ്യുക. പിന്നെ സെന്റൻസസിന്റെ ഡിഗ്രി ട്രാൻസ്ഫോം ചെയ്യാന്ന് പറയുമ്പോൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ചേഞ്ച് ചെയ്തിട്ട് മീനിങ് ഓൾട്ടർ ചെയ്യാത്ത രീതിയിൽ എഴുതുക എന്നുള്ളതാണ്. So now let's look at some questions. അപ്പൊ എന്താണ് സെന്റൻസ്? ട്രാൻസ്ഫോർമേഷൻ എന്നാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂഷ്വലി ചേഞ്ചിങ് ദ ഫോം ആൻഡ് സ്ട്രക്ചർ ഓഫ് എ സെന്റൻസ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ്. പിന്നെ എങ്ങനെയാണ് ഒരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആയിട്ട് മാറ്റുന്നത്? നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ സെന്റൻസിലെ ഒരു വേർഡിനെയോ ഫ്രേസിനെയോ വി ഇലാബറേറ്റ് ഇറ്റ് ടു എ ക്ലോസ്. പിന്നെ കോമ്പൗണ്ട് സെന്റൻസിനെ എങ്ങനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നത്? അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസിലെ ക്ലോസിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് നമ്മൾ
ഫ്രേസ് അല്ലെങ്കിൽ വേർഡായിട്ട് സിമ്പിൾ സെന്റൻസിലേക്ക് സിംപ്ലിഫൈ ചെയ്ത് ചേർക്കും. പിന്നെ എങ്ങനെയാണ് ഒരു സിമ്പിൾ സെന്റൻസിനെ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി നമ്മൾ മാറ്റി എഴുതുന്നത്? അപ്പൊ നമ്മളൊരു സിമ്പിൾ സെന്റൻസിനെ നമ്മളൊരു കോംപ്ലക്സ് സെന്റൻസ് ആക്കി മാറ്റി എഴുതുമ്പോൾ സിമ്പിൾ സെന്റൻസിലെ ഒരു വേർഡിനെയോ ഫ്രേസിനെയോ നമ്മൾ ഒരു ക്ലോസ് ആയിട്ട് ഇലാബറേറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി ഇവിടെ 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിട്ടുള്ള 2 സിമ്പിൾ സെന്റൻസസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യു മസ്റ്റ് ലേൺ ദ റൂൾസ് ടു ഫിനിഷ് ദിസ്, സിമ്പിൾ സെന്റൻസിനെ കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റാൻ. അപ്പൊ യു മസ്റ്റ് ലേൺ ദ റൂൾസ് ടു ഫിനിഷ് ദിസ് ടാസ്ക് എന്നതാണ് ഫസ്റ്റ് സെന്റൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ യു മസ്റ്റ് ലേൺ ദ റൂൾസ് ആൻഡ് ഫിനിഷ് ദിസ് ടാസ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മാറ്റാം. അല്ലെങ്കിൽ യു മസ്റ്റ് ലേൺ ദ റൂൾസ് ആൻഡ് യു മസ്റ്റ് ഫിനിഷ് ദിസ് ടാസ്ക് അങ്ങനെയായിരുന്നു നമുക്ക് മാറ്റി എഴുതാം. പിന്നെ സീയിങ് ദ പ്രിൻസിപ്പൽ ദ സ്റ്റുഡൻസ് ഗ്രീറ്റഡ് ഹിം. അപ്പൊ അതിനെ വേണമെങ്കിൽ നമ്മൾ ദ സ്റ്റുഡൻസ് സോ ദ പ്രിൻസിപ്പൽ ആൻഡ് ഗ്രീറ്റഡ് ഹിം നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കും. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് സെന്റൻസസ് തന്നിട്ടുണ്ട്, സിമ്പിൾ സെന്റൻസസ് ആക്കി മാറ്റി എഴുതണം. അപ്പൊ ആദ്യം ചോദിച്ചിരിക്കുന്നത് യു മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് ദിസ് കമ്പനി ഓർ യു വിൽ ബി സസ്പെൻഡഡ്. അപ്പൊ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പഠിച്ചതുപോലെ കോമ്പൗണ്ട് സെന്റൻസിൽ ഒരു ക്ലോസിനെ എടുത്ത് അതിനെ നമ്മളൊരു ഫ്രേസ് അല്ലെങ്കിൽ വേർഡായിട്ട് നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത്, അപ്പൊ ഇവിടെ യു മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് ദ കമ്പനി ഓർ യു വിൽ ബി സസ്പെൻഡഡ് എന്നതിന് നമുക്ക് വേണമെങ്കിൽ യു മസ്റ്റ് ഒബേ ദ റൂൾസ് ഓഫ് ദിസ് കമ്പനി ഓർ ഫേസ് സസ്പെൻഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. പിന്നെ they were hungry and they went to a family restaurant. അതിന് നമുക്ക് വേണമെങ്കിൽ they went to a family restaurant due to hunger എന്ന് മാറ്റി എഴുതാം. ഇനി നെക്സ്റ്റ് ഇവിടെ സിമ്പിൾ സെന്റൻസസ് തന്നിട്ടുണ്ട്, അതിനെ കോംപ്ലക്സ് സെന്റൻസസ് ആക്കി മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തത് she is too young to drive a car. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് because she is too young she couldn't drive a car എന്ന് നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. പിന്നെ രണ്ടാമത്തത് കൊടുത്തിരിക്കുന്നത് it is an important matter to be discussed today itself എന്നാണ്. അപ്പൊ അതിന് നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? അതിന് നമുക്ക് വേണമെങ്കിൽ because it's an important matter it has to be discussed today itself എന്ന് വേണമെങ്കിൽ നമുക്ക് മാറ്റി എഴുതാം. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് സെന്റൻസിനെ ഒരു സിമ്പിൾ സെന്റൻസ് ആക്കി മാറ്റുന്നത് എന്നാണ്. അപ്പോൾ കോംപ്ലക്സ് സെന്റൻസിനെ സിമ്പിൾ സെന്റൻസ് ആക്കുമ്പോൾ അതിലെ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മളൊരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ട് മാറ്റി എഴുതുകയാണ് വേണ്ടത്. പിന്നെ എങ്ങനെയാണ് നമ്മളൊരു കോംപ്ലക്സ് സെന്റൻസിനെ ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആക്കി മാറ്റുന്നത്? അപ്പോൾ കോംപ്ലക്സ് സെന്റൻസിന്റെ സബോർഡിനേറ്റ് ക്ലോസിനെ നമ്മൾ മെയിൻ ക്ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് അതിന്റെ കേസിൽ വേണ്ടത്. ഇപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന കോംപ്ലക്സ് സെന്റൻസുകളെ സിമ്പിൾ സെന്റൻസസ് ആക്കി മാറ്റി എഴുതാനാണ്. അപ്പൊ ആദ്യം പറഞ്ഞിരിക്കുന്നത് ആഫ്റ്റർ ഫിനിഷിംഗ് ഹർ ഹോംവർക്ക് ഷീ വാച്ച്ഡ് എ ഫിലിം എന്നാണ്. അതിന് നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാനായിട്ട് പറ്റുക? അപ്പൊ നമുക്ക് അതിനെ ഫിനിഷിംഗ് ഹർ
homework, she watched a film. Sorry, after finishing her homework, she watched a film. എന്നതിന് she watched a film after finishing her homework എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ on finishing her homework, she watched a film എന്ന് നമുക്ക് പറയാം. Sorry, on finishing homework, she watched a film. അതുപോലെ she watched a film after finishing homework. അങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് if you follow the advice of your coach, you can become the best athlete. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? അപ്പോ നമുക്ക് അതിനെ വേണമെങ്കിൽ following the coach's advice, you can become the best athlete എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ you can become the best athlete following the coach's advice എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ നെക്സ്റ്റ് കോമ്പൗണ്ട് സെന്റൻസുകളെ എങ്ങനെയാണ് നമ്മൾ കോംപ്ലക്സ് സെന്റൻസുകൾ ആക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ഹിസ് ഫാദർ കമ്പൽഡ് ഹിം ടു സ്റ്റഡി ജേർണലിസം ബട്ട് ഹി ടുക്ക് physics. അതിനെ നമുക്ക് although his father compelled him to study journalism, he took physics എന്ന് നമുക്ക് മാറ്റി എഴുതാം. പിന്നെ അമൽ was in Dubai and he worked there as a computer engineer for 2 years. അതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാനായിട്ട് പറ്റുക? അതിന് നമുക്ക് വേണമെങ്കിൽ for 2 years in Dubai, Amal worked as a computer engineer നമുക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാനായിട്ട് പറ്റും. Thank you.